ഹായ് ഓൾ, ഞാൻ ഡോക്ടർ സുഹൈല. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക്ക് നോക്കാം. ഒന്നുമല്ല, കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്നൊരു കാര്യമാണ്, ഒരുപാട് ആൾക്കാർ കൺസൾട്ട് ചെയ്യാൻ വരുന്നൊരു കാര്യമാണ് മലബന്ധം എന്നുള്ളൊരു ബുദ്ധിമുട്ടും പറഞ്ഞു. അപ്പം ഈ മലബന്ധം എന്നുള്ളത് നമുക്ക് എന്താണ് മലബന്ധം അല്ലെങ്കിൽ എന്താണ് മലശോധന എന്ന് നോക്കാം. ആദ്യം നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സിനെ നമ്മുടെ ബോഡി പുറന്തള്ളുന്നതിനെയാണ് നമ്മൾ മലശോധന എന്ന് പറയുന്നത്. ഇത് ഡെയിലി നമുക്ക് മലശോധന ഉണ്ടാവണം എന്നൊരു നിർബന്ധവും ഇല്ല. ചിലർക്ക് ഡെയിലി 1, 2, 3 പ്രാവശ്യമൊക്കെ ഡെയിലി മലശോധന ഉണ്ടാകും. എന്നാൽ ചിലർക്ക് ഇത് ഡെയിലി ഉണ്ടാവണം എന്നില്ല. ചിലർക്ക് അത് 2 ദിവസത്തിലൊരിക്കലായിരിക്കും, അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കലായിരിക്കും, once in 2 days ഒക്കെ ആയിരിക്കും ചിലർക്ക് ഉണ്ടാവുക. അത് ഓരോരുത്തരുടെ ബോഡിയിലും ഓരോ ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും മലശോധന ഉണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നമുക്ക് വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്, നമുക്ക് ഇതുകൊണ്ടായിട്ടൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷേ നമുക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യമൊന്നും ഇല്ല, നമുക്കൊരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യമൊക്കെയാണ് നമുക്ക് മലശോധന ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് ബോഡിയിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത്. ഇത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് കൂടുതലായിട്ടും ഒരുപാട് കുട്ടികളെ കൊണ്ടുവരും, മലബന്ധമാണ്, വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർക്കത് 2 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ 3 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവർക്ക് വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്, അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അത് അവരുടെ ബയോളജിക്കൽ സൈക്കിൾ അങ്ങനെയാണ്. ഡെയിലി മലശോധന ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി മലബന്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. നമ്മുടെ വയറ്റിൽ കിടക്കുന്ന, നമ്മുടെ കുടലിൽ കിടക്കുന്ന നമ്മുടെ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റ് കൂടുതൽ സമയം കിടക്കും തോറും അതിൽ നിന്നുള്ള വെള്ളം കൂടുതൽ വലിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ മലം കൂടുതൽ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്നത് കാരണം നമുക്ക് മലബന്ധം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടലിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ആ മൂവ്മെൻറ്റ്സിൽ സ്ലോ ആവുന്നത് കാരണം നമുക്ക് മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ, ഒരു അത്യാവശ്യം വയസ്സായിട്ടുള്ള ആൾക്കാരിൽ കൂടുതലും മലബന്ധം കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. അവരുടെ മസിൽസൊക്കെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമായിരിക്കും. അപ്പം അവർക്ക് കുടലിലുള്ള മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സും സ്ലോ ആയിരിക്കും. അത് കാരണമാണ് അവരിൽ കൂടുതലായിട്ടും മലബന്ധം കാണുന്നത്. പിന്നെ പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫൈബറിൻ്റെ അളവ് കുറയുന്നത് കാരണം നമുക്ക് മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്തെങ്കിലും യാത്രയിലാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിലാണെങ്കിലൊക്കെ നമുക്ക് മലശോധന, നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയാലും നമ്മൾ പോവില്ല, നമ്മളിത് പിടിച്ചു വെച്ച് നിൽക്കും. അപ്പം ഇത് എത്രത്തോളം നേരം നമ്മൾ പിടിച്ചു വെച്ച് നിൽക്കുന്നോ അതിനനുസരിച്ച് അതിലുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റൊക്കെ നമ്മുടെ കുടലിൽ നിന്ന് വലിച്ചെടുക്കും. അങ്ങനെ അത് ഡ്രൈ ആയിട്ട് അതിലെ വാട്ടർ കണ്ടൻ്റ് എല്ലാം പോയിട്ട് അത് മലശോധന കുറക്കും, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരാൾക്ക് 25 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് 1 ലിറ്റർ വെള്ളമെങ്കിലും വേണം എന്നാണ് പറയാറ്. അതുകൊണ്ട് നമ്മൾ ഒരു 50 കിലോ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. 75 കിലോ വെയിറ്റ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്കൊരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കണം. പക്ഷേ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുറവ് കാരണവും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനനുസരിച്ചും വ്യത്യാസം വരും. നമ്മൾ കൂടുതൽ സ്ട്രെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തൈറോയിഡ് കംപ്ലയിൻറ്റ്സ് ഉള്ളവരിലും കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കോൺസ്റ്റിപ്പേഷൻ, നല്ല പ്രൊലോങ്ഡായിട്ട് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന മലബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെ കൂടെ ബ്ലഡും കൂടെ ഒക്കെ വരുന്നുണ്ട് എങ്കിൽ നമ്മളത് നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അത് ക്യാൻസർ ആണോ ഡയഗ്നോസ് ചെയ്യണം, എന്താണ് എന്നുള്ളത്. നമ്മുടെ മലത്തിൻ്റെ കൂടെ ബ്ലഡും കൂടെ പോകുന്നുണ്ടെങ്കിൽ തന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് മലബന്ധം പൊതുവേ കാണാറുണ്ട്. അത് അവരിൽ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഹോർമോൺസിൻ്റെയൊക്കെ നല്ല കൂടുതലായിരിക്കും ആ സമയത്ത്. അപ്പോൾ ആ ഒരു കൂടുതൽ കാരണവും നമുക്ക് പ്രഗ്നൻസി ടൈമിൽ മലബന്ധം കാണാറുണ്ട്.
അതുപോലെ തന്നെ അമിതമായിട്ട് എണ്ണ കഴിക്കുന്നവർക്ക്, നമ്മൾ ഒരുപാട് ബേക്കറി കഴിക്കുന്ന ആൾക്കാരിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ മലബന്ധം കാണാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എണ്ണയും ബേക്കറി ഐറ്റംസും ഒക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക. പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇലക്കറികളും പച്ചക്കറികളും നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്സ് ഉണ്ട്, അതേപോലെ നട്ട്സ്, അതേപോലെ നമ്മളെ ധാന്യങ്ങൾ, പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. 25 കിലോഗ്രാം ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളമാണ് കണക്ക്. അതിനനുസരിച്ച് നമ്മളെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് എപ്പോഴാണോ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത് അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ പോവുക. ഇത് പിടിച്ച് വെച്ച് അതിനെ ഡ്രൈ ആക്കി നമ്മളായിട്ടൊരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാതിരിക്കുക. ഫ്രൂട്ട്സ് നല്ല രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കുക. മലബന്ധം എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനും നമ്മളെ ജീവിത രീതിക്കനുസരിച്ചാണ് ഈ മലബന്ധം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മുടെ സ്ട്രെസ്സ് കുറക്കുക, അതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഇതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷനെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ.